പാതിരാത്രി 12 മണിക്ക് ഒരു ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയാൽ ചിലപ്പം ഞാൻ വെളിയിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അമ്മുവിൻ്റെ അടുത്തോട് ചോദിച്ചു നോക്കാം. ഒരു ചായ കുടിക്കാൻ പോയല്ലോ. ചോദ്യം കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു തംസപ്പും അടിച്ച് ആള് റെഡിയായി. ഇതേ തുള്ളിച്ചാടി പോകുന്ന കണ്ടോ ചായ കുടിക്കാനുള്ള ത്രില്ലിൽ. അങ്ങനെ ഞാൻ ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്ത് വെളിയിലോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലമൊക്കെ കഴിഞ്ഞ് പെട്രോളും അടിച്ച് നമ്മൾ നേരെ ചായ കുടിക്കാനല്ല, അതിനിടയിൽ ചെറിയൊരു പണി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും രാത്രി ഒരുങ്ങിക്കെട്ടേക്ക് വന്നതല്ലേ, ചായ കുടിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് നടക്കാൻ പോയാലെന്ന് ചോദിച്ചപ്പം അതിനും റെഡി. എന്നാൽ പിന്നെ പോയേക്കാന്ന് വെച്ചിട്ട് ഞാനും നേരെ നമ്മുടെ കൊല്ലം ആശ്രാമ മൈതാനത്തോട്ട് കൊണ്ട് വണ്ടി ഒതുക്കി. അപ്പോഴാണ് ആളുടെ അടുത്ത് ഞാൻ കാര്യം പറയുന്നത്, നമുക്ക് ഈ ആശ്രാമ മൈതാനം ഫുള്ളൊന്ന് നടന്ന് കണ്ടാലോ എന്ന്, അതും ഈ രാത്രി 12 മണിക്ക്. അങ്ങനെ ഞങ്ങൾ നടന്നു തുടങ്ങി. തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, എന്നാലും നല്ല വൈബും തണുപ്പും എല്ലാം ആയതുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ നടന്നുകൊണ്ട് അങ്ങ് പോയി. അത്യാവശ്യം വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ബാക്കി സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഡബിൾ മൈൻഡഡ് ആയിപ്പോൾ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് സൈഡിൽ രണ്ടുപേരും ഇരിക്കുന്നു. നല്ല വിശാലമായിട്ട് കാറ്റും കൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഒട്ടും നടക്കാൻ വയ്യെങ്കിലും മുഖത്ത് ചിരി കാണിച്ചുകൊണ്ടാണ് പോണത്. അങ്ങനെ നമ്മൾ പിന്നെ നടന്ന് കുറേ സ്ഥലത്തെത്തിയപ്പോൾ കൊണ്ടുവന്ന് എനിക്ക് പണിയാവുന്ന ഒരു പണിയാണ് കിട്ടിയത്. ഒരാൾ എന്നെ തോണ്ടിക്കൊണ്ട് അങ്ങോട്ട് കൈ ചൂണ്ടി കാണിക്കുന്നു. പിന്നാണ് എനിക്ക് കാര്യം മനസ്സിലായത്, അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുന്നു. അമ്മൂനപ്പം തന്നെ അതിനകത്ത് കയറി ഇരുന്ന് ആടണം. അങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് പണിയായിട്ട് അതിനകത്തിരുന്ന് കുറേ ആട്ടിയിട്ടാണ് വീണ്ടും നടപ്പ് തുറന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ വണ്ടി വെച്ച സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഏകദേശം 2.5 കിലോമീറ്ററോളം വരുമെന്ന് തോന്നുന്നു ഇതിനുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്. അങ്ങനെ വീണ്ടും അവിടുന്ന് ബൈക്ക് എടുത്ത് നമ്മൾ എന്തിനാണോ ഇറങ്ങി പുറപ്പെട്ട അങ്ങോട്ടേക്ക് ചായ കുടിക്കാൻ. ഇത് ആക്ച്വലി ഞങ്ങളുടെ മിക്കപ്പോഴും ഉള്ളൊരു ചായ കുടി സ്പോട്ടാണ്. പക്ഷേ ഇത്ര ലേറ്റായിട്ട് ഇത് ആദ്യമായിട്ടാണ് ഒന്ന് പോകുന്നത്. ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ SN പബ്ലിക് സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് വരും. ഞാൻ അവിടെയാണ് പഠിച്ചത്. അങ്ങനെ നമ്മൾ മെല്ലെ റോഡിൻ്റെ സൈഡിലോട്ട് ഒതുക്കി. അതിൻ്റെ ഫ്രണ്ട് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ശ്രദ്ധിക്കാതെ നമ്മൾ നേരെ നമ്മുടെ കടയുടെ ഫ്രണ്ടിലോട്ട് പോയി ബൈക്ക് ഒതുക്കി. അങ്ങനെ വീണ്ടും ഒരാളൊരു സെൽഫി വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ നേരെ കടലോട്ട് വന്നപ്പോൾ ആകെ 2 സാധനമുണ്ട് കഴിക്കാൻ. പേരൊന്നും നോക്കിയില്ല. ചിക്കനാണോ എന്ന് ചോദിച്ചു. അപ്പോഴേ 2 എടുത്ത് ഞങ്ങൾ അങ്ങ് അകത്താക്കി. ഓർഡർ ചെയ്ത ചായ കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ ഞങ്ങൾ വെറുതെ അവിടെ പോസ്റ്റായിട്ടിരുന്നു. ഞാനും ഫോൺ തോട്ടിക്കൊണ്ടിരുന്നു, അമ്മു എൻ്റെ വീഡിയോയും എടുത്തു. അങ്ങനെ ഇരിക്കെ വരുന്നു നമ്മൾ ഓർഡർ ചെയ്ത സാധനം. അങ്ങനെ ചേട്ടൻ അത് നമ്മളിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ച് തന്നു. അങ്ങനെ ഒരു ചിയേഴ്സൊക്കെ അടിച്ച് നമ്മളത് ടേസ്റ്റ് നോക്കിയാണ് സാധനത്തിൻ്റെ. കൊള്ളാം, കുഴപ്പമില്ല, അത്യാവശ്യം റിഫ്രഷിംഗ് ആണ്, നൈസ്. ഒരാൾ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് വലിയ കാര്യത്തിൽ വലിയ സാധനം കുടിക്കുന്ന പോലെ ഇരുന്നൊരു ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാൻ ആദ്യം വന്ന വഴി പറഞ്ഞ പോലെ കുറേ ലൈറ്റ് കാണുന്നത്. അവിടെ ടെക്കി റോൾസ് എന്ന് പറഞ്ഞൊരു കട. എന്തായാലും ഇത്രയും നിറഞ്ഞ് കുറേ കലോറിയൊക്കെ ബേൺ ആയതല്ലേ, കുറച്ച് ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന്. ഒരുപാട് ഹെവി ആക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു നൂഡിൽസാണ് പറഞ്ഞത്, ചിക്കൻ നൂഡിൽസ്. എന്നിട്ട് 2 പേർ കൂടെ ഷെയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കാണുന്നത് വേറെ എന്താണ് അവരുണ്ടാക്കുന്നത്, നമുക്കുള്ളതാണ് അപ്പുറത്ത് ചട്ടിയിലിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ ഇത്രയധികം സമയം വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവസാനം നമ്മുടെ സാധനം എത്തിയിരിക്കുകയാണ്. ഗണപതിക്ക് കൊടുത്തിട്ട് വേണമല്ലോ തുടങ്ങാൻ. അങ്ങനെ ആദ്യത്തെ ബൈറ്റ് എടുക്കാൻ ഞാൻ അമ്മൂൻ്റെ കയ്യിൽ കൊടുത്തു. കുറേ ഇട്ട് പിച്ച് പറിച്ചിട്ട് എടുത്ത് വായിലോട്ട് വെക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. അമ്മൂൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം ഞാനും ഒന്ന് കൈവയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രത്തോടെ ഞാനിങ്ങ് മേടിച്ച് പിന്നെ അവൾക്ക് കൊടുക്കാതായി. ക്യാമറയുടെ ഇടയിൽ തള്ളിക്കയറി വരുന്നുണ്ട്. നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ പതുക്കെയാണ് എടുത്ത് വായിലോട്ട് വെച്ചത്. പക്ഷെ കൊള്ളായിരുന്നു. അങ്ങനെ നൂഡിൽസും കഴിച്ച് ഞങ്ങൾ തിരിച്ച് ബൈക്ക് എടുത്ത് നേരെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.